ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മറിയത്തിന് ക്രിസ്തുവിനെ ഗർഭം ധരിക്കുവാനും ക്രിസ്തുവിനെ ലോകത്തിൽ സമ്മാനിക്കുവാനും കഴിഞ്ഞു. ലൂക്കാസ് സുവിശേഷകൻ പറയുന്നു. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ജീവിക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ഏത് മനുഷ്യനും ക്രിസ്തുവിനെ ലോകത്തിന് അനുഭവവേദ്യമാക്കുവാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. ഒന്ന് പരിശ്രമിച്ചാൽ ഏതൊരാൾക്കും പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമായിട്ട് മാറാവുന്നതേയുള്ളൂ. നടപടി പുസ്തകത്തിൽ പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ സഭയെ സന്ദർശിച്ചപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ എന്ന്. അപ്പോൾ അവർ മറുപടി പറഞ്ഞു അത്രേ, പരിശുദ്ധാത്മാവോ, അങ്ങനെ ഒന്നിനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. നമ്മൾക്കൊന്നും അങ്ങനെ പറയുവാനായിട്ട് പറ്റില്ല. കാരണം ജ്ഞാനസ്നാനത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്. സ്ഥൈര്യലേപനത്തിൽ നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ബലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെയെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഇപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറഞ്ഞ് ക്രിസ്തുവിനെ ലോകത്തിൽ പ്രദാനം ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല? അതിന് ഉത്തരമായിട്ട് ആത്മീയ ആചാര്യന്മാർ പറയുന്നു, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയണം, അല്ലെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടണം. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത് അതിനാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയണം എന്നവർ പറയുന്നതിന് അർത്ഥം എന്താണ്? നമ്മൾക്ക് ജ്ഞാനസ്നാനത്തിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ നമ്മൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രയത്നം കൊണ്ട് ഇങ്ങനെ ആളി കത്തിക്കണം. അങ്ങനെ കത്തിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള മനുഷ്യർ എന്ന് പറയുന്നത്. അതിനായി ഒരാൾ എന്ത് ചെയ്യണം? ആദ്യമായി താൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, തന്നോടുകൂടെ നിരന്തരം വസിക്കുവാനായിട്ട് ഈശോ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട് എന്ന അവബോധമുണ്ടാവുക. ഈ പരിശുദ്ധാത്മാവിനെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കരുതി സ്നേഹിച്ചു തുടങ്ങുക. പരിശുദ്ധാത്മാവിനോട് ഒരു ചങ്ങാത്തം സ്ഥാപിക്കുക. പരിശുദ്ധാത്മാവിനോട് ചങ്ങാത്തം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ബോധപൂർവം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, എന്നെ ഓരോ ദിവസവും എൻ്റെ ഓരോ കർമ്മങ്ങളിലും നയിക്കണമേ എന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ ദാനങ്ങളും ഫലങ്ങളുമൊക്കെ നൽകി നമ്മളെ ദൈവസ്നേഹത്തിൽ നിറയ്ക്കുകയും ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. തുടർന്ന് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പരിശുദ്ധാത്മാവിന് ആയിരിക്കുവാൻ കഴിയുന്ന ഒരു പാത്രമായിട്ട് തൻ്റെ ജീവിതത്തെ ശുദ്ധീകരിച്ച് ഇങ്ങനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുമസ് നാളുകളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ക്രിസ്തു പറയുന്നില്ലേ, പാരാക്ലീറ്റ്, സഹായകൻ എന്ന ബോധ്യത്തോടുകൂടി, അവബോധത്തോടുകൂടി പരിശുദ്ധാത്മാവിനോട് ചങ്ങാത്തം സ്ഥാപിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരാലയമായിട്ട് മാറാം. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വം ഉണ്ടാകട്ടെ.